വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. RRB ജനറൽ സയൻസിൽ ഫിസിക്സിൽ ലൈറ്റ് എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ലൈറ്റ് എന്താണെന്നും ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടും ആ റിഫ്ലക്ഷനിൽ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന മിററുകളെ പറ്റിയിട്ടും പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിറേഴ്സിലുള്ള ഇമേജ് ഫോർമേഷനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കണ്ണാടി എന്ന് പറയുന്ന സാധനം നമ്മൾ 3 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. പ്ലെയിൻ ഉണ്ട്, കോൺകേവ് ഉണ്ട്, കോൺവെക്സ് ഉണ്ട്. അപ്പോൾ ഈ പ്ലെയിനും കോൺകേവും കോൺവെക്സും ഒക്കെ വെച്ച് നമുക്ക് പലതരം യൂസസും ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ എന്ത് യൂസിന് ഏത് കണ്ണാടി ഉപയോഗിക്കണം, ആ കണ്ണാടി എവിടെ പൊസിഷൻ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, കോൺകേവ് മിറേഴ്സ് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിച്ചു? വണ്ടിയുടെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിച്ചത് കോൺകേവ് ആണ്. ഡെൻറ്റിസ്റ്റ് ഉപയോഗിച്ചതും കോൺകേവ് ആണ്. സോളാർ കുക്കറിൽ ഉപയോഗിച്ചതും കോൺകേവ് ആണ്. ഈ എല്ലാ കോൺകേവ് മിറേഴ്സ് എടുത്താലും അത് ഒരേ രീതിയിലല്ല ഫങ്ഷൻ ചെയ്തത്, അല്ലേ? ഒരു റിഫ്ലക്ടർ എടുക്കുമ്പോഴത്തേക്കും അതെന്തായിരുന്നു ചെയ്തത്? ലൈറ്റ് റേസിനെ ബൾബിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ മുന്നേക്ക് നേരെ എത്തിച്ചതാണ് ആര്? റിഫ്ലക്ടർ ചെയ്ത ജോലി. എന്നാൽ ഡെൻറ്റിസ്റ്റ് മിറർ അതായിരുന്നില്ല ചെയ്തത്. അപ്പോൾ ഈ ഓരോ ഫങ്ഷൻ അനുസരിച്ചും നമ്മൾ കണ്ണാടിയുടെ ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും പൊസിഷനൊക്കെ മാറും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് എക്സ്പെരിമെൻറ്റ് വഴിയാണ്. അപ്പോൾ ലെൻസും മിററും ഏതോ ആയിക്കോട്ടെ, അത് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. ആ നിയമങ്ങളുടെ പേരാണ് സൈൻ കൺവെൻഷൻ. എന്താണ് സൈൻ കൺവെൻഷൻ? അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം, സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഈ സൈൻ കൺവെൻഷൻ നമ്മൾ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്നും പറയാറുണ്ട്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഞാനൊരു മിറർ തന്നിട്ട് ഞാൻ പറയുവാണ്, ആ മിററിൽ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇമേജിന് എന്ത് മാറ്റം വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ഒരാൾ ചിലപ്പോൾ ഒരു മിററിനെ ഇങ്ങനെ കൊണ്ട് വയ്ക്കും. അതിൻ്റെ ഈ ഇടതുവശത്തായിട്ട് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വയ്ക്കും. മറ്റൊരാൾ മിറർ വയ്ക്കും, അതിൻ്റെ വലതുവശത്ത് ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വയ്ക്കും. മറ്റൊരാൾ ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ എക്സ്പെരിമെൻ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ഫിസിക്സിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, മിററുമായി ബന്ധപ്പെട്ടോ ലെൻസുമായി ബന്ധപ്പെട്ടോ നിങ്ങൾ എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഗ്രാഫ് പേപ്പർ വരയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഈ ഗ്രാഫ് പേപ്പർ വരയ്ക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് 2 ആക്സിസ് ആണുള്ളത്, എക്സും വൈയും, അല്ലേ? ഇത് എക്സ്, ഇത് വൈ. ഇത് നെഗറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് വൈ. അതെല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു ഗ്രാഫ് പേപ്പർ അങ്ങ് സങ്കല്പിക്കുക. അതിൻ്റെ സെൻറ്റർ പോയിന്റ്, അതായത് അതിൻ്റെ ഒറിജിൻ, ഈ ഒറിജിൻ്റെ ഭാഗത്താണ് നമ്മൾ മിററിനെ വയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അത് കോൺകേവ് ആയാലും ശരി, കോൺവെക്സ് ആയാലും ശരി, പ്ലെയിൻ ആയാലും ശരി, വയ്ക്കുന്നത് ഈ പറയുന്ന ഒറിജിനലാണ്. അതിൻ്റെ ഇടതുവശത്ത് വേണം എപ്പോഴും ആരെ വയ്ക്കാൻ? ഒബ്ജക്റ്റിനെ വയ്ക്കാനായിട്ട്. ഇവിടെ വയ്ക്കണം, ഇടതുവശത്ത് വേണം ഒബ്ജക്റ്റിനെ വയ്ക്കാനായിട്ട്. ഒരു ഗ്രാഫിൽ നമ്മൾ അളക്കുന്നത് പോലെ എല്ലാ മെഷർമെൻറ്റും ഈ നടുക്കുള്ള ഒറിജിൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇവിടുന്ന് വലത്തോട്ട് മെഷർ ചെയ്താൽ അത് പോസിറ്റീവ്, ഇടത്തോട്ട് മെഷർ ചെയ്താൽ നെഗറ്റീവ്, മുകളിലോട്ട് മെഷർ ചെയ്താൽ പോസിറ്റീവ്, താഴോട്ട് മെഷർ ചെയ്താൽ നെഗറ്റീവ്. ഈ ഒരു രീതി ഫോളോ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ കൺവെൻഷൻ എന്തായിരിക്കും? നോക്കി, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർ മെഷറിംഗ് വേരിയസ് ഡിസ്റ്റൻസ് ഇൻ എ റേ ഡയഗ്രം ഓഫ് എ സ്പെറിക്കൽ മിറേഴ്സ്. നമ്മൾ ഈ വരയ്ക്കുന്നതിനാണ് റേ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ആയിരിക്കണം എവിടെയാണ്? മിററിൻ്റെ ലെഫ്റ്റിലായിരിക്കണം. ഡിസ്റ്റൻസ് എല്ലാം, ഓൾ ദ ഡിസ്റ്റൻസസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ. ഈ പോൾ എന്ന് പറയുന്നത് എവിടെയാണ്? ഒറിജിനലാണ്. മനസ്സിലാവാനാണ് ഞാൻ ഗ്രാഫ് പേപ്പർ എന്ന് പറഞ്ഞത്. ഓക്കെ, എവിടെ നമ്മൾ ഇൻസിഡൻറ്റ് റേ ഡയറക്ഷൻ, അതായത് വലത്തോട്ടുള്ള മെഷർമെൻറ്റ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, ഇടത്തോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും, മുകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് ആയിരിക്കും, താഴോട്ടുള്ളതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇത്രയും ഓക്കെ ആണല്ലോ. ഇതാണ് സൈൻ കൺവെൻഷൻ. ഇതിൽ ഏതെങ്കിലും പോയിന്റ് തന്നിട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇൻസിഡൻറ്റ് റേ പോകുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആ ഡയറക്ഷൻ എന്ന് വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. റിഫ്ലക്റ്റഡ് റേ പോകുന്ന ഡയറക്ഷൻ ഇതാണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. അതായത് നേരത്തെ പറഞ്ഞ്, ഇപ്പോൾ നമുക്ക് ഇൻസിഡൻറ്റ് റേ ഡയറക്ഷൻ, റിഫ്ലക്റ്റഡ് റേ ഡയറക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. അതിനാണ് ഞാൻ പറഞ്ഞത്, എന്താണ്, നടുക്ക് നിന്ന് വലത്തോട്ട് പോസിറ്റീവ്, ഇടത്തോട്ട് നെഗറ്റീവ്, മുകളിലോട്ട് പോസിറ്റീവ്, താഴോട്ട് നെഗറ്റീവ്. ഇതാണ് സ്പെറിക്കൽ മിററിൻ്റെ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാനൊരു കണ്ണാടി ഇതാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാനൊരു കണ്ണാടി ഇവിടെ കൊണ്ട് വെച്ചു, കോൺകേവ് ആണ് വെച്ചത്. ഇതാണ് അതിൻ്റെ പോൾ എന്ന് പറയുന്നത്. പോൾ എന്താണ്, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ക്ലാസ് കാണുക. ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഉണ്ട്. ടെലഗ്രാം ചാനലിൽ നോട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് വരുന്ന പോയിൻ്റാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ. ഏതാണ്ട് നടുക്കായിട്ട് ആര് വരും? ഫോക്കസും വരും. ഓക്കെ, ഇനി നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. ഒബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എങ്കിൽ ഈ പോളിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അഥവാ യു എന്ന് വിളിക്കുന്നത്.
ഇത് കാരണം ഒരു ഇമേജ് ഉണ്ടായി. ഇമേജ് രണ്ട് സ്ഥലത്തേ ഉണ്ടാകുള്ളൂ. ഒന്നുകിൽ കണ്ണാടിയുടെ പുറകിലുണ്ടാകാം, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുൻവശത്ത് തന്നെ എങ്ങനെ ഉണ്ടാകാം, ഈ രീതിയിൽ തല കീഴായിട്ട് എന്ത് ചെയ്യാം, ഇമേജ് ഉണ്ടാകാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ തല കീഴായിട്ട് ഇമേജ് ഉണ്ടാകും. വലതുവശത്തായിക്കോട്ടെ ഇടതുവശത്തായിക്കോട്ടെ ഇമേജ് തൊട്ട് പോൾ വരെയുള്ള ദൂരം, അതിനാണ് നമ്മൾ ഇമേജ് ഡിസ്റ്റൻസ് വി എന്ന് വിളിക്കുന്നത്. അത് വലതുവശത്താണെങ്കിൽ ഈ ദൂരം, ഇടതുവശത്താണെങ്കിൽ ഈ ദൂരം. ഓക്കെ, അപ്പോൾ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ പോൾ ഓഫ് ദ മിറർ. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ പോൾ ഓഫ് ദ മിറർ. ഇനി എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണ്. അതെന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കോൺകേവ് ആണെങ്കിൽ ഇടതുവശത്ത് ഫോക്കസ് വരും, കോൺവെക്സ് ആണെങ്കിൽ വലതുവശത്ത് ഫോക്കസ് വരും. ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഇതിപ്പോൾ ഇവിടെ വീണ്ടും എടുത്ത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, ഈ പറയുന്ന ഡിസ്റ്റൻസ് ഏത് നമ്മൾ മെഷർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കോ, നമ്മൾ ഇപ്പോൾ ഒബ്ജക്റ്റിനെ എപ്പോഴും വയ്ക്കേണ്ടത് ഇടതുവശത്താണ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ദൂരം യു. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഒബ്ജക്റ്റിന് നമ്മൾ എപ്പോഴും വയ്ക്കേണ്ടത് ഇടതുവശത്താണ്. ഈ ഇടതുവശത്തോട്ട് എടുക്കേണ്ട മെഷർമെൻറ്റ് എപ്പോഴും നമ്മുടെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ, നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും എപ്പോഴും എന്തായിരിക്കും? അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതെന്ത് ചെയ്യണം? നമ്മൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ ആണല്ലോ? ഇനി ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇടതുവശത്തും വരാം വലതുവശത്തും വരാം. ഇടതുവശത്ത് വന്നാൽ അത് എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. കോൺകേവിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇമേജ് ഡിസ്റ്റൻസ് നെഗറ്റീവ് വരുള്ളൂ. ഓക്കെ, കോൺകേവിന് മാത്രമേ ഇമേജ് ഡിസ്റ്റൻസ് എന്ത് വരുള്ളൂ? നെഗറ്റീവ് വരുള്ളൂ. കോൺവെക്സിനാണെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ്, അതായത് കോൺവെക്സ് കണ്ണാടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇമേജ് ഉണ്ടാകുന്ന എവിടെയായിരിക്കും? വലതുവശത്തായിരിക്കും. സോ കോൺവെക്സിൽ എപ്പോഴും എന്തായിരിക്കും? ഇമേജ് ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കും. ഈ ടേബിൾ നമ്മൾ സത്യം പറഞ്ഞ അവസാനം പറയേണ്ടതാണ്. ഞാൻ ഇപ്പോഴേ ഇത് പറഞ്ഞെന്തിനെന്ന് വെച്ചാൽ, നമുക്ക് 2 തവണ കേൾക്കുമ്പോൾ ഒന്നുകൂടി ഓർമ്മയിരിക്കും. കാരണം ഇതൊന്നും നിങ്ങൾ പഠിക്കാത്ത കാര്യമല്ല അല്ലേ. 10ാം ക്ലാസ് വരെ പഠിച്ച നിങ്ങൾ ഇതെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മറന്നുപോയതാണ്. അപ്പോൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ തന്നെ പറയുന്നത്. ഓക്കെ, കൺഫ്യൂഷൻ വന്നാൽ പേടിക്കണ്ട. നമ്മൾ ഈ താഴത്തെ ഇമേജ് ഫോർമേഷൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺകേവിന് എപ്പോഴും എന്തായിരിക്കാം? അല്ല, കോൺവെക്സിന് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. കോൺകേവിന് നെഗറ്റീവ് ആവാം, പോസിറ്റീവും ആകാം. ഫോക്കൽ ലെങ്ത് കോൺകേവിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ആയിരിക്കും, കോൺവെക്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റാണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇമേജ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമേജിൻ്റെ ഉയരമാണ് ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഇടതുവശത്ത് വന്നാൽ നെഗറ്റീവും വലതുവശത്ത് വന്നാൽ എന്തായിരിക്കും? അത് പോസിറ്റീവും ആയിരിക്കും. ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇതിവിടെ ഇരുന്നോട്ടെ. ഇത് വെച്ച് നമുക്ക് ഇമേജ് ഫോർമേഷൻ പഠിക്കാം. ഈ കാണുന്നതിനെയാണ് നമ്മൾ റേ ഡയഗ്രം എന്ന് പറയുന്നത്. പണ്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ സ്കെയിലും പെൻസിലും ഒക്കെ കൊണ്ടുവന്ന് സ്കൂളിൽ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ സ്കെയിലും അല്ലേ നമ്മുടെ ജോമെട്രി ബോക്സും ഒക്കെ കൊണ്ടുപോയില്ലെങ്കിൽ അടിയൊക്കെ കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് ഈ ക്ലാസ് കാണുന്നുണ്ടാവും. എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്ന നമ്മൾ ഫിസിക്സ് ക്ലാസ് നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ സ്കെയിൽ കൊണ്ടുപോകണം. കാരണം നമ്മൾ ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വര ഉപയോഗിച്ചിട്ടാണ്. എന്തുപയോഗിച്ചിട്ടാണ്? ഇതുപോലത്തെ വര ഉപയോഗിച്ചാണ് നമ്മൾ ലൈറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ വരയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിനെ നമ്മൾ എന്ത് വിളിക്കും? റേ ഡയഗ്രം എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റേ ഡയഗ്രം. അപ്പോൾ നമ്മൾ കോൺകേവിൻ്റെ റേ ഡയഗ്രം വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളൊരു ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കുകയാണ്? നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇൻഫിനിറ്റിയിൽ വയ്ക്കുകയാണ്. നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കുകയാണ്? ഇൻഫിനിറ്റി. അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണെന്ന് ഇരിക്കട്ടെ. നമുക്ക് റേ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു കോൺകേവ് മിറർ. കോൺകേവ് മിററാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഇടതുവശത്ത് ഇങ്ങനത്തെ ലൈൻസ് കൊടുക്കും അല്ലേ. എന്നിട്ട് നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസ് എടുത്ത് സെൻറ്റർ ഓഫ് കർവേച്ചറും അതിൻ്റെ പകുതി എടുത്ത് ഫോക്കസും മാർക്ക് ചെയ്യും. ഇൻഫിനിറ്റി എന്ന് വരുന്ന റേസിൻ്റെ പ്രത്യേകത എന്താണ്? ആ റേസ് എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിരിക്കും. അത് വന്ന് ആഫ്റ്റർ റിഫ്ലക്ഷൻ കടന്നു പോകുന്നത് ഫോക്കസിലൂടെ ആയിരിക്കും. പിന്നെ 2 റേസ് റിഫ്ലക്ഷന് ശേഷം എവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു അവിടെയാണ് എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത്. പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ 2 റേസ് മീറ്റ് ചെയ്ത ഫോക്കസിലാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇമേജ് ഫോം ചെയ്തു. സോ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് ഇരുന്നാൽ ഇമേജ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഫോക്കസിലാണ്. ആ ഇമേജ് എന്ത് ഇമേജാണ്? ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു റിയൽ ഇമേജ് ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? തലകുത്തനെ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിരിക്കും.
അത് സ്മോൾ സൈസ് ആയിരിക്കും. അതെപ്പോഴും എന്തായിരിക്കും? സ്മോൾ സൈസ് ആയിരിക്കും. അടുത്ത രണ്ടാമത്തെ കേസ് നമ്മൾ ഒബ്ജക്റ്റിനെ എവിടെ വയ്ക്കുകയാണ്? സി കഴിഞ്ഞ് വയ്ക്കുന്നു. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ബിയോണ്ട് സി എന്ന് പറയും അല്ലേ? എന്ത് പറയും? ബിയോണ്ട് സി നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? മിറർ വന്നു, ലൈൻ വരച്ചു, സി മാർക്ക് ചെയ്തു, എഫ് മാർക്ക് ചെയ്തു, ബിയോണ്ട് സി നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചു, ഒരു റേ നേരെ പോവും, തട്ടി ഫോക്കസിൽ കൂടെ പോവും. അതൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? നേരെ പോകുന്ന റേ എപ്പോഴും ഫോക്കസിൽ കൂടെ പോവും. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടി വരുന്ന റേസ് അതേ പാത്തിൽ തന്നെ എന്ത് ചെയ്യും? തിരിച്ചു പോകും. രണ്ടും കൂടെ മീറ്റ് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഇവിടെ ഇമേജ് ഫോം ചെയ്തു എന്ന് പറയും. അപ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്തു? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഇമേജ് ഫോം ചെയ്തു. രണ്ട് റേസും ആക്ച്വലി മീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കതിന് എന്തെന്ന് പറയാൻ പറ്റും? നമുക്കതിനെ റിയൽ ഇമേജ് എന്ന് പറയാനായിട്ട് പറ്റും. റിയൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? തലകുത്തനെ അഥവാ ഇൻവേർട്ടഡ് ആയിരിക്കും. അത് ഒബ്ജക്റ്റിനേക്കാളും ചെറുതായതുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? ഡിമിനിഷ്ഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ വരയ്ക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് സി ആണിത്. സി തന്നെ വയ്ക്കുമ്പോൾ നമുക്കറിയാം നേരെ പോകുന്നു, തട്ടി വരുന്നു, നേരെ പോകുന്നു, തട്ടി വരുന്നു. എന്ത് ചെയ്യുന്നു? സി തന്നെ ഇമേജ് ഫോം ചെയ്യും. സെയിം സൈസ് ആയിരിക്കും, റിയൽ ആയിരിക്കും. അടുത്ത് നമ്മൾ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ഒബ്ജക്റ്റിനെ വയ്ക്കുമ്പോൾ നേരെ പോകുന്നു, തട്ടി തിരിച്ചു വരുന്നു, ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ നേരെ പോകുന്നു, അതേ പാത്തിൽ തിരിച്ചു വരുന്നു, ഇവിടെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇമേജ് ഫോം ചെയ്യും, ബിയോണ്ട് സി ഫോം ചെയ്യും. ഇതും റിയൽ ഇമേജ് ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിലാണ്. എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത്? ഫോക്കസിലാണ്. നേരത്തെ പോലെ ഒരു നേരെ പോകുന്നു, തിരിച്ചു പോകുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചർ കൂടെ പോകുന്നു, തിരിച്ചു പോകുന്നു. രണ്ടും സ്ട്രെയിറ്റ് ലൈൻ. അത് പോയി മീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. പക്ഷേ അവിടെ ഉണ്ടാകുന്നതും റിയൽ ഇമേജ് ആയിരിക്കും. മൂന്നാമത്തെ കേസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചോളണം. ഇതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു കോൺകേവ് മിറർ എപ്പോഴെങ്കിലും വെർച്വൽ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. അതെപ്പോഴാണ്? നമ്മൾ ഒബ്ജക്റ്റിനെ എഫിനും പിക്കും ഇടയിൽ വയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇമേജ് വെർച്വൽ ഇമേജ് ആയിരിക്കും. സോ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് വരച്ച് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പ് ഞാനിതങ്ങ് മാക്കിയാണ്. നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്നുകിൽ ഈ ടെക്സ്റ്റ് ഈ PPT നോക്കാം, അല്ലെങ്കിൽ നമുക്ക് നെറ്റ് നോക്കിയാൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ കിട്ടുന്ന ഇമേജുകൾ ഒരുപാട് നമുക്കുണ്ട് ഈ പറയുന്ന റേ ഡയഗ്രത്തിൻ്റെ. അതുകൊണ്ട് നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്ന് വെച്ചാൽ നിങ്ങളടുത്ത് വരയ്ക്കാനൊന്നും ചോദിക്കത്തില്ലല്ലോ. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഐഡിയ നമുക്കുണ്ടായാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മിറർ, ഇതാണ് പോള്, ഇവിടെ ഫോക്കസ്, ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഒരു റേ വരും, തട്ടും, ഫോക്കസിൽ കൂടെ പോകും. രണ്ടാമത്തെ റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വരുന്നു എന്ന് വിചാരിക്കുക, അത് അതേ ഭാഗത്ത് തിരിച്ചു പോകും. പക്ഷേ കണ്ടോ, രണ്ടും ദൂരെയാണ് പോകുന്നത്. അതായത് ഇത് രണ്ടും എന്താണ്? ഡൈവേർജിങ് റേസ് ആണ്. നമ്മൾ പ്ലെയിൻ മിററിൽ പഠിച്ച പോലെ ഇത് ഒരു കാലത്തും മീറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇമേജ് ഉണ്ടാവണം. എങ്ങനെ ഉണ്ടാവും? നമ്മൾ പറഞ്ഞ പോലെ ഇതിന് ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. ഇവിടെയാണ് എന്തുണ്ടാവുന്നത്? ഇമേജ് ഉണ്ടാവുന്നത്. ആക്ച്വലി മീറ്റ് ചെയ്തോ? ഇല്ല. അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ് ആണ്. സോ ഈ ഇമേജ് ആണ് എന്തെന്ന് പറയുന്നത്? വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? വെർച്വൽ ഇമേജ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് ഈ കേസ് ഒന്ന് ഓർത്ത് വെക്കണം. ഒരു ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ, പണ്ട് സ്കൂളിൽ പഠിച്ചത്. ശരി, ഇത്രയാണ് കോൺകേവിൻ്റെ കേസ്. ഇനി കോൺവെക്സിനകത്ത് വന്നാലും മാറ്റമൊന്നുമില്ല. കോൺവെക്സ് സുഖമാണ്. നമുക്ക് ഇത്രയും പടമൊന്നും പഠിക്കേണ്ട, രണ്ട് പടം പഠിച്ചാൽ മതി. ഒന്ന്, നമ്മൾ ഒബ്ജക്റ്റിനെ കണ്ണാടിയുടെ മുമ്പിൽ വയ്ക്കുന്നു. അറ്റ് എനി പോയിന്റ് നമ്മൾ എവിടെ വയ്ക്കുന്നു? ഒബ്ജക്റ്റിനെ വയ്ക്കുന്നു. അറ്റ് എനി പോയിന്റ് ശ്രദ്ധിക്കണം, അതർ ദാൻ ഇൻഫിനിറ്റി. അതായത് നമുക്ക് അളക്കാൻ പറ്റാത്ത ദൂരമാണ് ഇൻഫിനിറ്റി എന്ന് നമ്മൾ ഈ കേസിൽ പറയുന്നത്. അതായത് നമ്മൾ ദൂരെയുള്ള ഒരു മരത്തിനെ കണ്ടാൽ ഇൻഫിനിറ്റി ആണത്. കാരണം അത്രയും ദൂരം സ്കെയിൽ വെച്ച് അളക്കാൻ നമുക്ക് പറ്റത്തില്ല, നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എന്താണ്? നമ്മൾ ഇൻഫിനിറ്റി അല്ലാത്ത ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ആരെ കൊണ്ട് വയ്ക്കുകയാണ്? ഒബ്ജക്റ്റിനെ കൊണ്ട് വെച്ചാൽ, ഇതൊരു കോൺവെക്സ് മിറർ ആണെങ്കിൽ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ റേസ് നേരെ വരും. ആഫ്റ്റർ റിഫ്ലക്ഷൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഡൈവേർജ് ചെയ്ത് ദൂരോട്ടാണ് പോകുന്നത്. അത് ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൊടുത്ത ഫോക്കസ് കിട്ടുന്നത്. അടുത്ത് ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഒരു സെൻറ്റർ ഓഫ് കർവേച്ചർ നേരെ പോകുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അതെന്ത് ചെയ്യും? തട്ടി അതേ പാത്തിൽ തിരിച്ചു പോകും. രണ്ടെണ്ണോ മീറ്റ് ചെയ്യോ? ഇല്ല. അപ്പോൾ ഈ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത രണ്ട് ലൈൻസും വന്ന് മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? ഈ പോയിന്റിലാണ്. അപ്പോൾ ഇവിടെയാണ് എന്ത് ഫോം ചെയ്തത്? ഇമേജ് ഫോം ചെയ്തത്. കണ്ണാടിയുടെ പുറകിൽ ഫോം ചെയ്തു, ഡോട്ടഡ് ലൈൻ ഫോം ചെയ്തു. സോ എന്ത് ഇമേജ്? അത് വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് എപ്പോഴും എന്തായിരിക്കും? അത് നേരെ ഇറക്റ്റ് ആയിരിക്കും, സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റിനേക്കാളും എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ഒബ്ജക്റ്റിനേക്കാളും എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റിനേക്കാൾ എപ്പോഴും, അതായത് ഇൻഫിനിറ്റി അല്ലാതെ എവിടെ വെച്ചാലും സ്മോൾ ഇമേജ് ഫോം ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നതിന് എവിടെ ഉപയോഗിക്കുന്നത്? റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് നമ്മൾ വണ്ടികൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് കണ്ണാടിയാണ്. അത് ഈ യൂസ് ഉള്ളതുകൊണ്ടാണ്. ഇനി ഇൻഫിനിറ്റിയിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചതെങ്കിൽ, എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചത്? ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഒന്നുമില്ല, ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും.
പാരലായിട്ട് വന്നു തട്ടിത്തെറിച്ച് പോയി, പാരലായിട്ട് വന്ന് തട്ടിത്തെറിച്ച് പോയി, ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫോക്കസിലായിരിക്കും എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. ഇതും എന്ത് ഇമേജ് ആയിരിക്കും, വെർച്വലും ഇറക്റ്റുമായിട്ടുള്ള ഇമേജ് ആയിരിക്കും, ചെറിയ സൈസ് ആയിരിക്കും അല്ലേ, പോയിന്റ് സൈസ് ആയിരിക്കും. ഇതതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. ടച്ച് ഇല്ലാത്തൊരാൾക്ക് ഇതിലപ്പം ഫുള്ള് മറന്നുപോയി കാണും. ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ഒന്നുകൂടി പഴയ കാര്യങ്ങളൊന്ന് നോക്കിയാൽ നമുക്കിത് കിട്ടും. ഓക്കെ, ഓരോ ഇമേജും വരച്ച് പഠിപ്പിക്കാൻ നമുക്ക് സ്കൂളിലെ പരീക്ഷ എഴുതാനല്ല പോകുന്നത്. ഇതൊന്ന് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടണം. അതായത് ഇപ്പോൾ ഇൻഫിനിറ്റിയിൽ വെച്ചാൽ എഫിലുണ്ടാവും, ബിയോണ്ട് സി വെച്ചാൽ ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ വരും, അതുപോലെ തന്നെ എന്താണ് എഫിൽ വെച്ച് സിയിൽ വെച്ചാൽ സി തന്നെ വരും എന്നുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ചോദ്യങ്ങളെ വരുള്ളൂ. ഇവിടുന്ന് അങ്ങനത്തെ ചോദ്യങ്ങളെ വന്ന് കണ്ടിട്ടുള്ളൂ. ഇത്രയാണ് സംഭവം. ഇതാ കണ്ടോ, എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തന്നിട്ടുണ്ട്. അതായത് ഒരു പ്ലെയിൻ മിറർ നമ്മൾ എടുത്താൽ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്, എപ്പോഴും ഇമേജ് എവിടെയായിരിക്കും, കണ്ണാടിയുടെ പുറകിലായിരിക്കും. അതെന്തായിരിക്കും, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, സെയിം ആസ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. കോൺവെക്സിനകത്താണെങ്കിൽ രണ്ട് കേസ് അല്ലെ, ഇമേജ് ഫോം ചെയ്യുന്ന എപ്പോഴും എവിടെയായിരിക്കും, ബിറ്റ്വീൻ ദ പോൾ ഓഫ് ദ മിറർ ആൻഡ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്, ഇവിടെ ബിഹൈൻഡ് ദ മിറർ. ഓക്കെ, അതെപ്പോഴും ഡിമിനിഷ്ഡ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും. കോൺകേവിലോട്ട് വരുമ്പോഴേ ഉള്ളൂ. ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇവിടെ, ബിയോണ്ട് സി ആണെങ്കിൽ എവിടെ, അറ്റ് സി ആണെങ്കിൽ എവിടെ, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ ഇവിടെ, അറ്റ് എഫ് ആണെങ്കിൽ എവിടെ, ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണെങ്കിൽ എവിടെ. കണ്ടോ, ഈ ടേബിൾ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ വന്ന രീതി പഠിക്കുക, അത് കാണാപ്പാടം പഠിക്കരുത്. അതിനാണ് ഞാൻ ഇമേജ് ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഓക്കെ ആണല്ലോ. ഇതോടെ നമ്മുടെ റേ ഡയഗ്രാം കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, ഇനി എപ്പോഴും നമുക്ക് ഈ റേ ഡയഗ്രാം വെച്ച് ഈ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടെത്തുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മിറർ ഫോർമുല. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഫോക്കൽ ലെങ്ത്, ഇവരെ മൂന്നുപേരെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ്റെ പേരാണ് മിറർ ഫോർമുല എന്ന് പറയുന്നത്. മിറർ ഫോർമുല എന്താ പറയുന്നതെന്ന് വെച്ചാൽ 1 ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/v ഇമേജ് ഡിസ്റ്റൻസ് പ്ലസ് എന്താണ് 1/u ആണ്. ഓക്കെ, ഫോർമുല അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ഇതെടുക്കുമ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ മറക്കാതെ അപ്ലൈ ചെയ്തിരിക്കണം. അതായത് എപ്പോഴും നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ യു എന്ന് പറയുന്നത് മൈനസ് വാല്യൂ ആയിരിക്കും, വി എന്ന് പറയുന്നത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം, എഫ് എന്ന് പറയുന്നത് കോൺകേവ് ആണെങ്കിൽ അത് നെഗറ്റീവും, കോൺവെക്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതൊക്കെ ഓർത്തോളണം. ശരി, ഇനി ലാസ്റ്റ് വരുന്നൊരു ഭാഗം മാഗ്നിഫിക്കേഷനാണ്. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ, അതിപ്പോൾ ലെൻസ് ആയിക്കോട്ടെ മിറർ ആയിക്കോട്ടെ, അത് ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാളും വലുതാണോ ചെറുതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ നമ്മൾ എം എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്പെറിക്കൽ മിറർ ഗീവ് ദ റിലേറ്റീവ് എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് മാഗ്നിഫൈഡ് വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്റ്റ് സൈസ്. ഓക്കെ, അതായത് നമ്മുടെ എത്രത്തോളമാണ് നമ്മുടെ ഇമേജ് വലുതായി അല്ലെങ്കിൽ ചെറുതായി കാണപ്പെടുന്നത് എന്നതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നു എന്ന് ചോദിച്ചാൽ, മാഗ്നിഫിക്കേഷൻ ഇസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. ഈ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. അതാണ് എന്താണ്, -v/u. ഇങ്ങനെ രണ്ട് ഫോർമുല ഉപയോഗിച്ചാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇതിൽ HI, അതായത് ഈ പറയുന്ന H ഡാഷ് എന്ന് വെച്ചാൽ അത് HI ആണ്. എന്താണത്, ഹൈറ്റ് ഓഫ് ദ ഇമേജ് ആണ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ എന്താണ്, ഇമേജ് ആണ്. താഴത്തെ H എന്താണ്, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഈ റേഷ്യോ കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മാഗ്നിഫിക്കേഷൻ കിട്ടുന്നത്. ഈ മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 രീതിയിലാകാം. അതായത് ഒന്നുകിൽ അത് ഒന്നിനേക്കാളും ചെറുതാകാം അല്ലേ, അതെന്തായാലും ഒന്നിനേക്കാളും ചെറുതാകാം, ഒന്നിന് ഈക്വൽ ആകാം, ഒന്നിനേക്കാളും എന്താകാം, വലുതാകാം. ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ ആ കിട്ടുന്ന ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ അതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഒന്നിന് ഈക്വൽ ആണെങ്കിൽ അത് ഒബ്ജക്റ്റിൻ്റെ സെയിം സൈസിലായിരിക്കും. ഒന്നിനേക്കാളും വലുതാണെങ്കിൽ അത് എന്തായിരിക്കും, അത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. മാഗ്നിഫിക്കേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് വെർച്വൽ ഇമേജും, അത് നെഗറ്റീവ് ആണെങ്കിൽ കിട്ടുന്നത് എന്തായിരിക്കും, റിയൽ ഇമേജും ആയിരിക്കും. ഇതും വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അധികം ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും പഠിക്കാതിരിക്കേണ്ട. ഇത് അതുപോലെ നിങ്ങളുടെ ബുക്കിനകത്ത് എഴുതി വെച്ച് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. കാരണം വന്ന രീതിയിലോട്ടൊന്നും പോകണ്ട, സ്കൂൾ എക്സാം അല്ലാത്തത് കൊണ്ട് മാത്രം. സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മളിത് ഓരോന്നിനും എക്സാമ്പിൾ എടുത്തിട്ട് എന്ത് ചെയ്യും, പറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ. സോ
ഇപ്പോൾ തന്നെ കുറേ കൺഫ്യൂഷനായി കാണും അല്ലേ? അത് ഇത് നമുക്ക് അത്ര വശമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രേ പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ് നമ്മൾ ആരെ പറ്റി പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റി നമ്മൾ അടുത്ത് പഠിക്കും. അതായത് നമ്മുടെ ലൈറ്റിൻ്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, 10ാം ക്ലാസ് 2 ചാപ്റ്ററല്ലേ, അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പകുതിയോളം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു പകുതിയും കൂടി ആകുമ്പോൾ ആ ചാപ്റ്റർ തീരും. പിന്നെ അടുത്തുള്ള ചാപ്റ്റർ നല്ല രസമുള്ള ചാപ്റ്ററാണ്. അതായത് നമ്മുടെ ഹ്യൂമൻ ഐയുടെ വർക്കിംഗ് എങ്ങനെയാണ്, നമ്മുടെ അസുഖങ്ങളുണ്ടല്ലോ, ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് അതെന്താണ്, പിന്നെ ഡിസ്പേർഷൻ സ്കാറ്ററിങ് പോലുള്ള രസമുള്ള കാര്യങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഇത്രയും ബോറിംഗ് അല്ല. സോ നമ്മൾ ഏതാണ്ട് പകുതിയോളം കഴിഞ്ഞു. നമ്മൾ 3 പാർട്ട് കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദ്യം വരുന്നൊരു ഭാഗത്തിൻ്റെ പകുതിയോളം നമ്മൾ കഴിഞ്ഞു. സോ എപ്പോഴും പറയുന്ന പോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിന് വേണ്ടി ടെലഗ്രാമിൽ പോവുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.